ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് യഥാർത്ഥമല്ല. മാഡം എന്നെ ഉമ എന്ന് വിളിച്ചോളൂ. എനിക്ക് വയസ്സ് 38. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് വയസ്സ് 42. മാഡം, ഞങ്ങൾ രണ്ടുപേരും വിവാഹമോചിതരാണ്. ഏകദേശം 10 വർഷത്തോളമേ ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം നിലനിന്നുള്ളൂ. അപ്പോഴേക്കും പല പ്രശ്നങ്ങളും ഉണ്ടായി. ഞാനാണ് ആദ്യം വിവാഹമോചനം ചെയ്തത്. അതിൻ്റെ പിറ്റേ വർഷം ചേച്ചിയും വിവാഹമോചിതയായി. ചേച്ചിക്ക് പക്ഷേ കുട്ടികളൊന്നുമില്ല. അതുകൊണ്ടാണ് കൂടുതലും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായത്. ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ചേച്ചിയും എന്നെ അനുഗമിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനൊക്കെ മരിച്ചു പോയിട്ട് ഒത്തിരി വർഷമായിരുന്നു. അമ്മ തനിയെ ജീവിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു സ്ത്രീയാണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ വിവാഹമോചനം ചെയ്തതൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും എന്നെ തറവാട്ടിലേക്ക് സ്വീകരിച്ചു. ഞാനും മകനും കൂടി അവിടെ താമസമാക്കി. അപ്പോഴാണല്ലോ ചേച്ചിയും വിവാഹമോചനം കഴിഞ്ഞ് തിരിച്ചു വന്നത്. അതോടുകൂടി അമ്മയ്ക്ക് ഞങ്ങളോട് രണ്ടുപേരോടും ഒട്ടും ഇഷ്ടമില്ലാതായി. ഞങ്ങൾക്കാണെങ്കിൽ വേറെങ്ങും പോകാനുമില്ല. ഞങ്ങൾ വന്ന് 3 വർഷം കൂടി അമ്മ ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ മരിച്ചുപോയി മാഡം. പിന്നെ ഞാനും ചേച്ചിയും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്ന് ജോലിയൊന്നുമില്ല. അമ്മ എപ്പോഴും പറയും, നിങ്ങൾ ജോലിക്ക് പോകണം, സ്വതന്ത്രമായി നിൽക്കണം എന്നൊക്കെ. വിവാഹമോചന സമയത്ത് കിട്ടിയ കുറച്ച് കോമ്പൻസേഷൻ മണിയുണ്ട്. അത് ഞങ്ങൾ ബാങ്കിലിട്ടിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ വരുമാന മാർഗം. പിന്നെ അമ്മയുള്ളപ്പോൾ അമ്മയ്ക്ക് പെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായി, ഇനി എന്തെങ്കിലും ജോലി കൂടിയേ തീരൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പല ജോലിയും തേടിയിറങ്ങി. 2 പേർക്ക് ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. പക്ഷേ ഭർത്താക്കന്മാരുടെ ചിലവിൽ അന്ന് കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ എവിടെ പോയിട്ടും ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല. അതുമാത്രമല്ല, നല്ല സ്റ്റാൻഡേർഡായ ലെവലായിരുന്നല്ലോ ജീവിച്ചു വന്നത്. ഇനിയിപ്പോൾ പോയി ഏതെങ്കിലും കടയിൽ നിൽക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ കാലത്തെ എക്സ്പീരിയൻസും ഇല്ല. ആകെ കൂടി വട്ടുപിടിച്ച അവസ്ഥയിലായി ഞങ്ങൾ രണ്ടുപേരും. ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല എന്നത് നേരാണ്. പക്ഷേ അതല്ലാതെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വഴിയും തെളിയുന്നുമില്ല. ഞങ്ങൾ ഈ പ്രായത്തിലുള്ളവരാണ്. ഇനി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? കുടുംബശ്രീ വഴിയോ മറ്റോ എന്തെങ്കിലും ലോണോ ജോലിയോ മറ്റോ കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യം ഇതുമായിട്ടൊന്നും പൊരുത്തപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഈ ദുഃഖങ്ങൾ ആരോടും പറഞ്ഞില്ല. രണ്ടുപേരും വിവാഹമോചിതകളാണല്ലോ. അതുകൊണ്ട് സമൂഹത്തിന് നമ്മളോട് അത്ര ഇഷ്ടമൊന്നും കാണില്ല. ഒരു ദിവസം എൻ്റെ അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരമ്മായി, അവർക്ക് 52 വയസ്സുണ്ട്. അവർ വന്ന് അവരുടെ കഥകളൊക്കെ പറഞ്ഞു. മകൻ കല്യാണം കഴിച്ചതിൽ പിന്നെ മരുമകളുമായിട്ട് അത്ര ശരിയൊന്നുമല്ല. ഇപ്പോൾ അവർ നിൽക്കുന്നത് ഒരു ഹോസ്റ്റൽ പോലുള്ള സ്ഥലത്താണെന്ന് പറഞ്ഞു. അതെന്ത് ഹോസ്റ്റലാണെന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അമ്മായി പറഞ്ഞു, എടി, ശരിക്കത് ഹോസ്റ്റലൊന്നുമല്ല. എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് 40-45 വയസ്സുണ്ട്. ഭർത്താവൊക്കെ ഉപേക്ഷിച്ച് പോയതാണ്. പണ്ട് തൊട്ടേ അവൾ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്നവളാണ്. പിന്നീട് കസ്റ്റമേഴ്സ് ഒത്തിരിയായി കഴിഞ്ഞപ്പോഴേക്കും അവളൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് വേറെ കുറേ പെണ്ണുങ്ങളെ ചേർത്ത് അവിടെ ബിസിനസ് പൊടി പിടിപ്പിക്കുകയായിരുന്നു. എനിക്ക് പണ്ടേ പരിചയമുണ്ട്. അപ്പോൾ അമ്മായി പണ്ടേ അവരുമായിട്ട് ടൈപ്പാണോ? പൊടി അങ്ങനെയൊന്നുമില്ല. എനിക്ക് അവളെ പണ്ടേ അറിയാം. ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഈ സമയത്ത് അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അവളാ പറഞ്ഞത്, അതെന്താ ചേച്ചി, വന്ന് എൻ്റെ കൂടെ നിൽക്കൂ. ചേച്ചി കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്താൽ മതി. ഈ കാലത്ത് ഇനി ചേച്ചിയെ കൊണ്ട് ഒന്നും പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ പെൺപിള്ളേർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നു. ചേച്ചി ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം. പരിസരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഫോൺ കോൾസൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം. ചേച്ചി ഏൽപ്പിച്ചിട്ട് എനിക്ക് പോകാമല്ലോ. ചേച്ചി ഒന്നിനും പങ്കെടുക്കണ്ട. ചേച്ചിക്ക് നല്ലൊരു പങ്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മരുമകളുമായിട്ട് പിണങ്ങി ഞാൻ ആ വീട്ടിൽ താമസം ആരംഭിച്ചത്. അവൾ ഒരു മിടുക്കിയാണ്. ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുവരും. അതിന് ആണുങ്ങളെ വരും. അവിടെ വെച്ച് അധികം ആക്ടിവിറ്റീസ് ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ അവിടെ വരുന്ന പെൺകുട്ടികളെയൊക്കെ അവൾ പല സ്ഥലത്തും കൂട്ടിക്കൊണ്ടു പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ പുറത്ത് ആണുങ്ങൾ വന്ന് കാറുമായിട്ടോ എന്തെങ്കിലും വെയിറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ കൊണ്ടുപോയി കയറ്റി വിട്ടാൽ മതി. പിന്നെ ഇരുട്ട് പരന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്യാവശ്യക്കാർ അങ്ങോട്ട് വരും. ആ സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ഒന്ന് ഒരുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മായിക്ക് കാശൊക്കെ കിട്ടും. പിന്നെ 10-20,000 രൂപ അവൾ എനിക്ക് തരും. പക്ഷെ മോളെ, ഇതൊക്കെ ഇത്തിരി കഠിനമാണ്. അതെന്താ കഠിനം? അമ്മായിക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ലടി, നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. എനിക്ക് പ്രായമുണ്ടെന്ന് കരുതി അവിടെ ഡിമാൻഡിന് ഒരു കുറവുമില്ല. പണ്ടൊക്കെ ഞാൻ വിചാരിച്ച എന്താണ്, 10-30 വയസ്സ് കഴിയുമ്പോഴേക്കും പെണ്ണിൻ്റെ ഡിമാൻഡ് അങ്ങ് പോകും. സുന്ദരികളായ പെണ്ണുങ്ങൾക്ക് മാത്രമേ മാർക്കറ്റുള്ളൂ എന്നാ കരുതിയത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടെ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ വരുന്ന ചെക്കന്മാരൊക്കെ ഇല്ലേ, എന്നെ നോട്ടവിടുക. എന്നിട്ട് ആ
ആൻറ്റി തയ്യാറല്ലേ? ആൻറ്റിക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറയാം മോളെ. ഈ സമയത്ത് ഈ പ്രായത്തിൽ എനിക്ക് ഒരംഗംവെട്ടിന് ബാല്യമില്ല. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞിടി എനിക്ക് വയ്യ, എനിക്കിവിടെ താമസിക്കാൻ പേടിയാ, വരുന്നവന്മാർ വല്ലതും എൻ്റെ അടുത്ത് വന്നേലോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഞാനുള്ളപ്പോൾ ആരും വരില്ല, ഇനിയിപ്പം ഇല്ലാതെ വരികയാണെങ്കിൽ ഇത്രയും വായാടേ ചേച്ചിയുടെ വായിൽ നാക്ക് കിടക്കില്ലേ, നല്ലത് അങ്ങോട്ട് പറയണം, അവന്മാരങ്ങ് പോയിക്കോളും. എന്നാലേ എൻ്റെ പൊന്നുമോളെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണേ. 52 വയസ്സുണ്ടെങ്കിലും ഇല്ലേ 18കാരിയെ പോലെയാണ് പലരും എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ചില കൊച്ചു ചെക്കന്മാരൊക്കെ വന്നിട്ട് അങ്ങ് ചോദിക്കുകയാണ്, ആൻറ്റിയോട് അങ്ങ് വാ, ആൻറ്റിയോട് കയറ്, 3 പേരുണ്ടെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയും. 25, 24, 30 വയസ്സുള്ള പെണ്ണുങ്ങൾ പോകുമ്പോൾ ഓമാർ പറയുകയാണ് ഞാൻ കൂടെ കയറാൻ. അപ്പോൾ 3 പേരാകുമല്ലോ എന്ന്. എന്തോ ഉണ്ടല്ലോ മോളെ എന്ന് പറയുന്നേ എന്ന് പറഞ്ഞ് ചേച്ചി കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മൂക്കത്ത് വിരൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഉടനെ അമ്മായി പറഞ്ഞു, എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നത് വേറൊരു കാര്യത്തിലാണ്. എന്താ അമ്മായി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായി പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും ഇനിയൊരു ജീവിതം വേണ്ടേ? വേറെ എത്രയോ ആണുങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അന്വേഷിച്ച് നടപ്പുണ്ട്. 2ാം വിവാഹത്തിന് നിങ്ങൾ 2 പേരും സമ്മതിക്കണം. നിൻ്റെ ചേച്ചിയുടെ കല്യാണം ആദ്യം നടത്താം എന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കി. അപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എൻ്റെ പൊന്നമ്മായി, ആണുങ്ങളുടെ കൂടെ ഭാര്യയുള്ള ജീവിതം ഞങ്ങൾക്കിനി വേണ്ട, അനുഭവിച്ച് മടുത്തു. 10 വർഷം കഴിഞ്ഞതല്ലേ, അതിൽ വലിയ പുതുമയൊന്നുമില്ല. ഇനിയിപ്പം ഒരുത്തിൻ്റെ ഭാര്യയായിട്ട് കഴിഞ്ഞിട്ട് എന്ത് സ്വർഗം കിട്ടാനാണ്? പിന്നെയും അടിയും തൊഴിയും 100 കൂട്ടം പ്രാരാബ്ധങ്ങളും ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും ഇനി കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പുനർവിവാഹം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. എന്നാലും മോളെ ഒരാൺതുണ വേണ്ടേ? അപ്പോൾ ചേച്ചി പറഞ്ഞു, വേണ്ട, എനിക്ക് തുണ ഇവൾക്ക് തുണ ഞാൻ, പിന്നെ കൊച്ചുണ്ട്, അവൻ വളർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് തുണയാകും. അപ്പോൾ നിങ്ങൾ പുനർവിവാഹം കഴിക്കുന്നില്ലെന്ന് ഉറപ്പാണോ? ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് പറഞ്ഞു, ഇല്ല അമ്മായി, ഞങ്ങൾ കഴിക്കുന്നില്ല. നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, അങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. നിങ്ങളുടെ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെയാണ് അവർക്ക് വേണ്ടിയിരുന്നത്. ഞാനാണെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ കാര്യം അയാളോട് പറയുകയും ചെയ്തു. കാര്യം അവൾക്ക് കുട്ടികളൊന്നുമില്ലല്ലോ, ബാധ്യതകളില്ല, അയാൾക്ക് ബാധ്യതകളില്ല. എൻ്റെ മോളെ നല്ല പ്രയോജനമുള്ളൊരു സാറാണ്. ഞാൻ അയാളോട് അങ്ങ് പറഞ്ഞു പോയി, 2 പെൺകുട്ടികൾ എൻ്റെ ബന്ധത്തിലുണ്ടെന്ന്. എടി പ്ലീസ്, അടുത്ത ആഴ്ച പുള്ളിയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് വരാം. അപ്പോൾ അമ്മായിക്ക് ബ്രോക്കർ വിലയുണ്ടോ? ആ ബ്രോക്കർ വിലയും ഈ ബ്രോക്കർ വിലയും എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. പ്ലീസ്, എനിക്ക് പുള്ളിയുടെ കയ്യിൽ നാണം കെടാൻ വയ്യ. നിങ്ങൾ 2 പേരും ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നോട് പറഞ്ഞതുപോലെ പുള്ളിയോട് അങ്ങ് പറഞ്ഞാൽ മതി. പുള്ളിക്ക് മനസ്സിലാകും. ഞാനാണെങ്കിൽ 2 പെണ്ണുങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്തു. പ്ലീസ് എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടി ഓർത്തു, ഏതെങ്കിലും ഒരുത്ത പെണ്ണ് കാണാൻ വരുന്നെങ്കിൽ വരട്ടെ, ഒരു രസമല്ലേ? ഇത്രയും നാളെ ജീവിതത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, കല്യാണമൊന്നും കഴിക്കണ്ട. ഇനി വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ആരാണെന്നൊന്നറിയാമല്ലോ, ആണുങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുകയല്ലേ. വന്നിട്ട് പോട്ടെ ചേച്ചിയെ കാണാൻ എന്ന് ഞങ്ങളൊക്കെ തീരുമാനിച്ചു. എന്തായാലും അമ്മായിയോട് പറഞ്ഞു, ശരി അടുത്ത ആഴ്ച അയാളെ കൊണ്ടുപോവാ, നമുക്കൊന്ന് കാണാമല്ലോ എന്ന്. അങ്ങനെയാണ് അടുത്ത ആഴ്ച അമ്മായി അയാളുമായിട്ട് വന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേർക്കും ഇഷ്ടമായി. പുള്ളിക്കിനി സർവീസിൽ ഒരു 8 വർഷം കൂടെ ഉണ്ട്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ സുന്ദരനാണ്. ഈ പ്രായത്തിൽ അത്രയും ഒരു സുന്ദരൻ. അയാൾ ഭർത്താവായിട്ട് വന്നാൽ നല്ല രസമൊക്കെ തന്നെയാണ്. പക്ഷേ കല്യാണം അത് ശരിയാകില്ലല്ലോ എന്ന് ഞങ്ങൾ 2 പേരും കൂടെ പറഞ്ഞു. ചേച്ചി അണിയിച്ചൊരുക്കി മുന്നിൽ കൊണ്ട് നിർത്തി. ചേച്ചി അയാൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. എന്നെയും ഇഷ്ടപ്പെട്ട രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അമ്മായി പറഞ്ഞു, ഇവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, കേൾക്കൂന്ന് പറഞ്ഞിട്ട് അമ്മായി മാറിയിരുന്നു. അയാൾ ഞങ്ങളോട് 2 പേരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, സാർ ക്ഷമിക്കണം, ഞങ്ങൾക്ക് 2 പേർക്കും കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. അങ്ങനെ ഒരുത്തൻ്റെ അടിമയായിട്ട് അടിയും പിടിയും ഉണ്ടായി. ഇനിയും ഒരു വിവാഹജീവിതം വയ്യ, അടിമവേല ഞങ്ങൾക്ക് വയ്യ, ഇനി സ്വതന്ത്രമായി ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അങ്ങനെയല്ല, ഒരാൺതുണ ഉണ്ടാകാൻ നല്ലതാണ്, ആണിന് പെണ്ണും പെണ്ണിനാണും വേണമെന്നൊക്കെ പറഞ്ഞു. അവസാനം ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാനെതിരല്ല, നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും അതെനിക്ക് ഓക്കെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വിവാഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെക്യൂരിറ്റി നൽകും എന്നൊക്കെ പറഞ്ഞു. ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാണ് സാറിനെ യാത്രയാക്കിയത്. കണ്ടാൽ കൊള്ളാവുന്നൊരു പുരുഷൻ, ഞങ്ങൾക്ക് 2 പേർക്കും ഭർത്താവാക്കാൻ പറ്റിയ ആൾ. പക്ഷേ പിന്നെയും ഭാര്യയാകാനൊന്നും വയ്യ. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഞങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല. പുള്ളി ഇങ്ങോട്ട് വിളിച്ചു, സാർ പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അമ്മായി വന്നു. എന്നിട്ട് അമ്മായി ഞങ്ങൾ 2 പേരെയും ചീത്ത പറഞ്ഞു. ഇത്രയും നല്ലൊരു മനുഷ്യൻ, അയാളെ കിട്ടാൻ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഒരാളങ്ങ് കിട്ടിയാൽ പോരെ? പുള്ളിക്ക് 2 പേരെ ഇഷ്ടപ്പെട്ടു, എന്നാൽ പിന്നെ പുള്ളിക്ക് 2 പേരെയും കിട്ടിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായി പറഞ്ഞു, വേണമെങ്കിൽ
വേണമെങ്കിൽ കെട്ടാം. പക്ഷേ ഞാനൊരു കാര്യം ഇപ്പം പറയാം. പുള്ളിയോട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഭർത്താക്കന്മാരെ വേണ്ട, കുട്ടികളും വേണ്ട. രണ്ടുപേർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷേ സമൂഹത്തിന് മുന്നിൽ ഒരു ഭർത്താവുള്ളത് നല്ലതല്ലേ? അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ്. ആദ്യ ഭാര്യയുമായിട്ട് പുള്ളിക്കാരൻ ചേർന്ന് പോയില്ല. ഇപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ പുള്ളി കല്യാണം കഴിക്കാം. രണ്ടു പേർക്കും ഭർത്താവ് അങ്ങേരായിരിക്കും. ഇഷ്ടം പോലെ പണമുണ്ട്. പുള്ളി നിങ്ങളെ രണ്ടുപേരെ നോക്കിക്കോളും. ആരെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങളുടെ കുടുംബമെല്ലാം അദ്ദേഹം ഏറ്റെടുക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെ വേണമെങ്കിലും നടക്കാം. പുള്ളിക്കും ഇഷ്ടമുള്ളതുപോലെ പുള്ളി പോകും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചെയ്യരുത്. സമൂഹത്തിന് മുന്നിൽ പുള്ളി ഭാര്യയുള്ള ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവുള്ള ഒരാൾ. പക്ഷേ അതിന് പിന്നിൽ വലിയ വലിയ അടിയൊഴുക്കുകളായിരിക്കും. പുള്ളിക്ക് പല ഇഷ്ടങ്ങളുമുണ്ട്. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താതെ ജീവിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് വേറെ ഐഡിയകളുണ്ട്. നല്ല പയ്യന്മാരൊക്കെ ഞാൻ പറഞ്ഞ വീട്ടിലെ പോലെ വരികയാണെങ്കിൽ പുള്ളി അതും അലോ ചെയ്യും. എന്താ അമ്മായി പറഞ്ഞു വരുന്നത്? എടി, നിങ്ങളിൽ ഒരാളെ കല്യാണം കഴിക്കും പുള്ളി. രണ്ടുപേരും കൂടി ആ വീട്ടിലേക്ക് താമസം മാറും. പുള്ളിക്കും അതിനകത്ത് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ കഴിയണം. അതേപോലെ തന്നെ ഇനി പയ്യന്മാർ വല്ലതുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നതിലും പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഒരു കൊടുക്കൽ വാങ്ങൽ. അതിന് പക്ഷേ സേഫായുള്ളൊരു കുടുംബാന്തരീക്ഷം വേണം. ആരും സംശയിക്കരുത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും സംശയം തോന്നില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും, അയാളുടെ കാര്യങ്ങളും നടക്കും. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വരുമാനം വേണമെന്നുണ്ടെങ്കിൽ കൊച്ചു പയ്യന്മാരെയൊക്കെ ഞാനും അങ്ങോട്ട് പറഞ്ഞു വിടാം. പയ്യന്മാർ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ അയക്കുന്ന പടത്തിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അവരങ്ങോട്ട് വരും. വീട്ടിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യാം, പണമുണ്ടാക്കാം, എൻ്റർടൈൻമെൻറ്റും കാണും. ഒരു പ്രശ്നവുമില്ല. പുള്ളി ഇതിനെല്ലാം സമ്മതിക്കും. പുള്ളിയുടെ ആക്ടിവിറ്റീസിനെല്ലാം കുടുംബത്തിൻ്റെ ഒരു മറ ആവശ്യമാണ്. ആദ്യത്തെ വിവാഹമോചനം നടന്നുകൊണ്ട് ഇനിയിപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ആളുകൾ വേറെന്തെങ്കിലും ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങളോട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുടുംബമാകും. അപ്പോൾ കാര്യങ്ങളൊക്കെ ആകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ ദിവസം ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, എടി, ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞുള്ളൊരു കാര്യമാണ്. സുന്ദരനായ അയാളെ നമുക്ക് രണ്ടുപേർക്കും ലഭിക്കും. അതുമാത്രമല്ല, അങ്ങയുടെ വീട്ടിൽ സുഖമായിട്ട് കഴിയാം. ഇനിയിപ്പോൾ നമുക്ക് വേറെ ജോലിക്കൊന്നും പോകണ്ട. അത്യാവശ്യം നല്ല പണം ചിലവാക്കി നമുക്ക് കഴിയാം. ഇനി അദ്ദേഹം ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കണ്ണടച്ചു കൊടുക്കുക. ഇവിടേക്ക് വരുന്ന ആൺകുട്ടികളെയോ ആണുങ്ങളെയൊക്കെ അമ്മായിയുടെ ആ ഒരു മേൽനോട്ടത്തിൽ നമ്മൾ സ്വീകരിക്കുക. നമ്മൾ എക്സ്ട്രാ മണി ഉണ്ടാക്കുക. ചുരുക്കം പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് രണ്ട് പക്ഷികളെ കിട്ടും. അതല്ലേ നല്ലത് മോളെ എന്ന് ചേച്ചി എൻ്റെ തോളിൽ അമ്മക്കൊണ്ട് ചോദിച്ചു. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. ഇത് റിസ്ക് ഗെയിമാണ്. എന്നാലും ഞാൻ സമ്മതിച്ചു. ആരെ കല്യാണം കഴിക്കണം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അത് നീ തീരുമാനിക്കുക, നിന്നെ പുള്ളി കല്യാണം കഴിച്ചോളും. ഞാൻ ഇത്തിരി പ്രായമുള്ളതല്ലേ. വേണ്ട ചേച്ചി, ചേച്ചി കല്യാണം കഴിച്ചോന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എടി, കല്യാണത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അയാൾ നമുക്ക് രണ്ടുപേർക്കും ഭർത്താവാണ്. നീ അങ്ങ് ഒരുങ്ങാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സമ്മതം അറിയിച്ചത്. അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു. എൻ്റെ മകൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അവന് അതിലൊന്നൊരു എതിർപ്പുമില്ല. ഞങ്ങൾ 3 പേരും കൂടി ആ വീട്ടിലേക്ക് ചെന്നു. ഞാനും ചേച്ചിയും എൻ്റെ മോനും. പിന്നെ അവിടെയാണ് ഞങ്ങൾ സ്ഥിരതാമസമാക്കിയത്. മാഡം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 5 ബെഡ്റൂമുണ്ട്. ഞങ്ങൾക്കത് സ്വർഗം പോലെയായിരുന്നു. ഞങ്ങളുടെ വീടിനേക്കാളൊക്കെ ഇത്ര വലിയ ഫെസിലിറ്റിയാണ്. അതുമാത്രമല്ല 3 കാറുകളുണ്ട്. നഗരത്തിന് നടുക്കാണ്. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പണമുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും 20 ലക്ഷം രൂപ വെച്ച് അദ്ദേഹം ബാങ്കിലിട്ട് തരികയും ചെയ്തു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നടത്താൻ വേണ്ടിയിട്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്വർഗലോകത്തേക്ക് ഞങ്ങൾ എത്തിച്ചെന്നതുപോലെയായി. പക്ഷേ അവിടെ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ദിവസമാണ് ഡ്യൂട്ടി. ഇന്ന് സാറിനെ ഞാൻ ഒന്ന് സന്തോഷിപ്പിക്കും. നാളെ ചേച്ചി പോയിട്ട് വരും. മറ്റേന്നാൾ എനിക്കാണ്. ആഴ്ചയിലൊരിക്കലോ സാറ് പറയുമ്പോഴോ ഞങ്ങൾ 2 പേരും കൂടി താലമെടുത്ത് സാറിൻ്റെ അടുത്ത് ചെല്ലണം. വിഗ്രഹം തേടി ഞങ്ങൾ കണ്ട് ദീപാരാധന ഒഴിഞ്ഞ് പൂജിച്ച് തിരിച്ചു പോരണം. ഞങ്ങളെ 2 പേരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സാറിനെ ഞങ്ങളും ഒരുപോലെയാണ് സ്നേഹിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയത് എൻ്റെ ചേച്ചിയാണ് കുറെ കൂടി വിദ്യകൾ അറിയാവുന്നവൾ. അവൾ ശരിക്കൊരു മിടുക്കിയാണെന്ന്
പലപ്പോഴും അവളുടെ ഓരോരോ വിദ്യകൾ കാണുമ്പോൾ ഞാൻ ഓർക്കും, മിടുക്കി തന്നെ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരെയും സാറ് ചേർത്ത് പിടിച്ചു. മാസത്തിൽ 2-3 വട്ടം ഞങ്ങൾ ടൂർ പോകും, അന്യ സംസ്ഥാനങ്ങളിലും മറ്റും. അപ്പോൾ സാറിന് അവിടെ ഇഷ്ടമുള്ള ആളുകളെ സാറ് വിളിച്ചു വരുത്തും. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ രംഗത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കും. കാര്യം സാർ എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വളരെ വളരെ കോർഡിനേറ്റായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അമ്മായി ഇടയ്ക്ക് വരും. അമ്മായി വന്ന് ചില ആൾക്കാരെ കാണിക്കും. ആ സമയത്ത് ചേച്ചിക്കും എനിക്കും ഒരുപോലെ ഇഷ്ടമായ ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ റിസീവ് ചെയ്യും. സാറിന് ഒരു പ്രശ്നവുമില്ല, സാറിനോട് പറയണം. സാറാണെങ്കിൽ എല്ലാം നേരത്തെ പറയും. വളരെ അച്ചടക്കത്തോടു കൂടിയാണ് പുള്ളി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങുന്നത്. ഞങ്ങൾ രണ്ടുപേരെയും വേദനിപ്പിക്കാതെ എല്ലാ ഷെഡ്യൂളുകളും നേരത്തെ പറയും. അപ്രതീക്ഷിതമായി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യമാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം നേരത്തെ പറയും. ചില ചെക്കന്മാരെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാറിന് ഇഷ്ടപ്പെടില്ല. സാറ് പറയും വേണ്ട, ഞാൻ അനുവദിച്ച് തരുന്നത് മതിയെന്നും. അതൊക്കെ ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ എൻ്റെ അമ്മായി മിടുക്കിയാണ്. ചിലപ്പോഴൊക്കെ സാറിൻ്റെ വിദ്യകളെയൊക്കെ മറികടക്കുന്ന വിദ്യകളുമായി അമ്മായി വരും. കാര്യം ഞങ്ങൾക്ക് 2 പേർക്കും പണം ഉണ്ടാക്കാൻ വേണ്ടി വലിയ വഴികളാണ് അമ്മായി തുറന്നു വെച്ചിരിക്കുന്നത്. സാർ എന്തായാലും നല്ല ബിസിയാണ്. പകൽ സമയത്തൊക്കെ ഞങ്ങൾ അഹോരാത്രം അധ്വാനിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അമ്മായി ചെയ്തു തന്നു. മാഡം, സത്യമായും ഞങ്ങൾക്ക് 2 പേർക്കും പ്രായമായും തോന്നി. ശരിക്കും ഞങ്ങൾ മൺചിതൽ പുറ്റുപോലെയായിരുന്നു മനസ്സിൽ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അഗ്നിപർവ്വതം പോലെ, ലാവ പോലെ ഒഴുകിയാണ്. ഞങ്ങൾക്കിനിയും എത്ര വർഷം വേണമെങ്കിലും കത്തിച്ചൊലിച്ച് ഒഴുകാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇപ്പോൾ നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ട് മാഡം, ഒരു പ്രശ്നവുമില്ല. സാർ വരുമ്പോൾ പിന്നെ ഞങ്ങൾ കുലീനകളായിരിക്കും. കുലീനകളല്ലെന്ന് സാർ അറിഞ്ഞാലും സാറിനെ പിണക്കാൻ പറ്റില്ലല്ലോ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചേട്ടാന്ന് വിളിക്കണമെന്നാണ് സാർ പറയുക. ചിലപ്പോൾ വിളിക്കും, ഞാൻ എപ്പോഴും സാറിനെ വിളിക്കുള്ളൂ. എൻ്റെ വായിൽ അദ്ദേഹത്തോട് റെസ്പെക്റ്റ് വരികയുള്ളൂ. അമ്മായി മാസത്തിൽ പല ദിവസങ്ങൾ ഇവിടെ താമസിക്കും. ചിലപ്പോൾ അമ്മായി കഫയും കൊടുത്ത ആ സ്ത്രീയുടെ വീട്ടിലായിരിക്കും. എന്തായാലും അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അമ്മായിക്ക് ഇത്രയും കോണ്ടാക്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു തുക എക്സ്ട്രാ സമ്പാദിക്കുന്നുമുണ്ട്. മാഡം, ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമ്പത്തുണ്ട്, എല്ലാ സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട്. ചേച്ചിക്ക് കുട്ടികളുണ്ടാകില്ലല്ലോ, അന്ന് ഒത്തിരി പരിശോധിച്ചതാണ്. ഭർത്താവിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചേച്ചിക്കായിരുന്നു കുഴപ്പം. ഒരിക്കൽ പോലും ചേച്ചിക്ക് കുട്ടികൾ ഉണ്ടാകാത്ത ഒരു സന്ദർഭമായിരുന്നു. പക്ഷേ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ചേച്ചി ഇവിടെ കളമാടി തിമിർത്തത്. പക്ഷേ മാഡം, കഴിഞ്ഞ മാസമാണ് മനസ്സിലായത് ചേച്ചിക്ക് അക്കിടി പറ്റിയെന്ന്. ചേച്ചി പ്രതീക്ഷിച്ചില്ല. കാര്യം ഡേറ്റൊക്കെ ഇറഗുലറായിട്ട് വരുന്ന ആളാണ്. ഇങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു മാഡം. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരു കുട്ടിയില്ലാത്തതിൻ്റെ വിഷം അനുഭവിച്ചതല്ലേ. പക്ഷേ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് എതിരൊന്നും പറഞ്ഞില്ല. സാറ് പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ, നമുക്കിപ്പോൾ ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അവനെയും വളർത്താം അല്ലെങ്കിൽ അവളാണെങ്കിലും വളർത്താം എന്നാണ് സാറ് പറഞ്ഞത്. പക്ഷേ ചേച്ചിക്ക് ഇപ്പോഴങ്ങ് കൺഫ്യൂഷനാണ്. ഒന്നാമത് ഏത് പയ്യനാണ് ഇതിന് കാരണക്കാരനെന്ന് ചേച്ചിക്ക് അറിയില്ല. ഇനിയിപ്പോൾ ചേച്ചി പറയുന്നത് 42-43 വയസ്സായില്ലേ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ? ഇത്രയും പ്രായമായല്ലോ. അപ്പോൾ അത് ഒരു പ്രശ്നമല്ലേ? അത് മാത്രമല്ല, ഈ വന്ന ചെക്കന്മാരിൽ ആരാണെന്ന് പോലും അറിയാത്തതുകൊണ്ട് അവന്മാരുടെ കുടുംബത്തിൽ എന്തെങ്കിലും രോഗങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വരില്ലേ? ഊരും പേരുമില്ലാത്തവരല്ലേ, ആരാണെന്ന് ആർക്കറിയാം? അത് വലിയ റിസ്ക്കാണ്. പിന്നെ രക്ഷിതാവില്ലാത്ത ഭർത്താവില്ലാത്തൊരു കുട്ടിയെ വളർത്താനും സാങ്കേതികമായ തടസ്സങ്ങൾ കാണില്ലേ മാഡം? അതാണ് ചേച്ചിക്ക് ഒരു കൺഫ്യൂഷൻ. പക്ഷേ അതിനേക്കാളുപരി ഈ ഒരു പറഞ്ഞ കാര്യമാണ്, ആരാണ് ഉത്തരവാദി എന്നറിയില്ല. അപ്പോൾ പിന്നെ അത് റിസ്ക് അല്ലേ? കുഞ്ഞുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ മാഡം? അതിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് വേറെയുണ്ടോ? നല്ലൊരു കുട്ടി കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കുഞ്ഞ് നല്ലതാകുമോ അല്ലെങ്കിൽ എത്ര നാൾ ജീവിച്ചിരിക്കും, അതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല. ഇതൊക്കെ പ്രകൃതിയുടെ കയ്യിലുള്ളൊരു കാര്യമാണ്. അടുത്ത നിമിഷത്തിൽ എന്ത് നടക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. 42ാമത്തെ വയസ്സിലുള്ള ഇത്തരം കാര്യത്തിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് 42 വയസ്സിൽ ആർക്കും കുട്ടികൾ ഉണ്ടാകാതിരിക്കുകയാണോ? ഒന്നുമില്ല. ആധുനിക വൈദ്യശാസ്ത്രം വളർന്നതുകൊണ്ട് ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ തരത്തിലുമുള്ള ചെക്കപ്പുകളും ചെയ്യുക, സ്കാനിങ് ഉണ്ട്. അത് മാത്രമല്ല ജനിതക രോഗങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ മനസ്സിലാകും. 100% ഒന്നും നമുക്ക് ശരിയായി വരണമെന്നില്ലെങ്കിൽ കൂടിയും ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് അത്ര വലിയ റിസ്ക് ഉണ്ടാകില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ ഫസ്റ്റ് ഡോക്ടറെ കൊണ്ടുപോയി
കാണിക്കുക, അവരുടെ ആരോഗ്യം അനലൈസ് ചെയ്യുക, ഇതേപോലെയുള്ള ജനിതകപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക, മറ്റ് സ്കാനിങ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഡോക്ടറുടെ ഒപ്പീനിയൻ ആദ്യം തേടുക. ഒരു കുട്ടിയെ വളർത്തണം എന്നുള്ള കാര്യം നല്ലത് തന്നെയാണ്, വളഞ്ഞ വഴിയാണ് അല്ലെങ്കിൽ ഉടായ്പ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുട്ടി ജനിക്കട്ടെ, വളർത്താം എന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്. കാര്യം ലോകത്തിലെ ഏറ്റവും മഹത്തായ കാര്യമാണ് അമ്മയാകുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത വഴിയൊന്നും ശരിയല്ല എങ്കിൽ കൂടിയും അതിന് സാധ്യതകൾ ഡോക്ടറോട് ആരായുക. റിസ്ക് ആണ്, റിസ്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ റിസ്ക് മാനേജ് ചെയ്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരുടേതാണ് എന്താണെന്നൊന്നും അറിയാതെ തന്നെ ആ റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും, ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വൈദ്യസഹായത്തിന് വേണ്ടി ഡോക്ടറെ കാണുക, അത് കണ്ടിന്യൂ ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാതെ ഇപ്പം കൺഫ്യൂഷൻ അടിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇപ്പോൾ കല്യാണം കഴിച്ചാൽ പോലും ജനിതകപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് എത്ര പേര് കല്യാണം കഴിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ കല്യാണത്തിനുള്ള റിസ്ക് പോലെയുള്ളൂ ഇവിടെയും. പക്ഷേ പറഞ്ഞതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ കുട്ടിയെ വളർത്താനുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സതുദ്ദേശമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. ഡോക്ടറെ എത്രയും പെട്ടെന്ന് കണ്ട് ബാക്കി കാര്യങ്ങളും ആരോഗ്യസ്ഥിതിയും അനലൈസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.